ഹലോ ഗൈസ്, റാഗിപ്പൊടി വെച്ച് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പം റാഗിപ്പൊടി വെച്ച് ഇടിയപ്പം മാത്രമല്ല പുട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഈ റാഗിപ്പൊടി വെച്ച് കുറുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ ഇടിയപ്പം കാര്യങ്ങൾ ഉണ്ടാക്കാൻ മിക്ക ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വീഡിയോയിലോട്ടങ്ങ് പോയാലോ. അതിനായിട്ട് നമ്മൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിന് 1 ഗ്ലാസ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ റാഗിപ്പൊടി സ്വല്പമായിട്ട് ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പൂൺ വെച്ച് കുഴച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ ചൂടാറിയ ശേഷം വേണം റാഗിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളും. അപ്പോൾ ചൂടാറിയ ശേഷം നമ്മൾ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഓരോ ഇടിയപ്പങ്ങൾ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇലയിലേക്ക് ഇടിയപ്പങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സേവനാഴിയൊക്കെ നമ്മളിവിടെ അടച്ചെടുത്തിട്ടുണ്ട്. അടച്ച ശേഷം നമ്മൾ ഓരോ ഇടിയപ്പങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇടിയപ്പങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ഇടിയപ്പം റെഡിയാക്കി എടുത്തു. അതുപോലെ ബാക്കിയുള്ള ഇടിയപ്പങ്ങളും നമുക്ക് റെഡിയാക്കി എടുക്കാൻ നമ്മളിവിടെ 2 ഇടിയപ്പമാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങാപ്പീരയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീരയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഒരു ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാം. അതുപോലെ നമ്മൾ ഇഡ്ഡലിപ്പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് നമ്മൾ ഇടിയപ്പം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇടിയപ്പമൊക്കെ അടച്ചു വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് മേലിലോട്ട് മാറ്റാം. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇടിയപ്പമൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.